ഹലോ, ഗീതാ ഗോവിന്ദിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ടി വിയിൽ വരുന്നതിന് മുന്നേ കഥ ചുരുക്കത്തിൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ കഥ വളരെ ചുരുക്കത്തിൽ കേൾക്കാം. അപ്പോൾ നമ്മുടെ രാധികാമ്മ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ആരാന്ന് രഞ്ജു, നിൻ്റെ ആരാണ്? അവൾ ബെസ്റ്റ് ഫ്രണ്ട് മാത്രമല്ല എന്ന് എനിക്കും ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം, ആരാണെന്ന് പറയാൻ പറയും. എന്നിട്ട് അപ്പോഴത്തേക്കും നമ്മുടെ പ്രിയ അവിടെ വന്നത് നമ്മുടെ രാധികാമ്മ കാണും. എന്നിട്ട് ചോദിക്കും, അവളെന്താ നിൻ്റെ അനിയത്തിയാണോ? നീ അനിയത്തി പോലെയാണോ കാണുന്നത്? ഇങ്ങനെ ചോദിക്കും. അപ്പോൾ ഗോവിന്ദ് പറയും, അതേന്ന് പറയും. അപ്പോൾ പ്രിയയെ കണ്ടല്ലോ രാധികാമ്മ. എന്നിട്ട് നേരെ പ്രിയയുടെ അടുത്തേക്ക് വിടും. അത് കേട്ടപ്പോൾ തന്നെ പ്രിയക്ക് വല്ലാണ്ട് അങ്ങ് സങ്കടമായി. എന്നിട്ട് ഒരു ഷോക്ക് പോലെ എൻ്റെ പ്രിയേനെ കൂട്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വരും. അപ്പോഴാണ് ഗോവിന്ദ് പ്രിയേനെ കാണുക. എന്നിട്ട് ഇങ്ങനെ ചോദിക്കും, നീ ഈ പ്രിയയുടെ സ്ഥാനത്താണോ രഞ്ജുവിനെ കാണുന്നത്? പ്രിയമോളുടെ അതേ ഇതാണോ രഞ്ജുവിനും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിക്കും. അവനെ കൺഫ്യൂഷനാക്കും. അപ്പോൾ പ്രിയയെ ഇങ്ങനെ പിടിച്ചിട്ട് ഗോവിന്ദ് പറയും, മനസ്സുകൊണ്ട് പ്രിയയുടെ അതേ സ്ഥാനം തന്നെയാണ് രഞ്ജുവിന് ഞാൻ കൊടുക്കുന്നതെന്ന് ഇങ്ങനെ പറയും. പ്രിയ പോലെ തന്നെയാണ് രഞ്ജു എന്ന് പറയും. അപ്പോൾ പ്രിയയ്ക്ക് ആകെ എന്താ പറയുക, വല്ലാണ്ടായി. എന്നിട്ട് ഒരിക്കലും ഇല്ല, ഏട്ടന് ഒരേ ഒരു പെങ്ങളേ ഉള്ളത് ഞാനാണ്, എൻ്റെ സ്ഥാനം ഞാൻ ആർക്കും കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് പ്രിയ ഇങ്ങനെ വയലൻ്റ് ആവാൻ തുടങ്ങി. ഇല്ല, സമ്മതിക്കില്ല എന്നും പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ വിനോദും ഇങ്ങനെ അത് ആക്സെപ്റ്റ് ചെയ്തു. അതായത് ഗോവിന്ദേട്ടന് ഒരേ ഒരു പെങ്ങളേ ഉള്ളത് പ്രിയയാണ്, വേറെ ആർക്കും ആ സ്ഥാനം കൊടുക്കാൻ പറ്റില്ല എന്നിങ്ങനെ വിനോദും ജസ്റ്റ് പറഞ്ഞു. പ്രിയ ഭയങ്കര ഇമോഷണലായിട്ട് പറഞ്ഞു. അപ്പം നമ്മുടെ രാധികാമ്മയുടെ കളി ഏകദേശം അവിടെ വിജയിച്ചു കഴിഞ്ഞു. എന്നിട്ട് ഇങ്ങനെ പറയും, ഇനി അവൾ ഇവിടെ ഉണ്ടാവാൻ പാടില്ല, അവളിവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങോട്ടേക്ക് വരില്ല എന്ന് പ്രിയ പറയും. അപ്പോൾ രാധികാമ്മ പറയും, ഇനി അവൾ ഇങ്ങോട്ടേക്ക് വരണ്ട, എവിടെ നിന്നാണോ അവൾ കൂട്ടി വന്നത് അങ്ങോട്ടേക്ക് എന്നെ കൊണ്ടാക്കിയൊക്കെയോ, നിൻ്റെ കെയർ ഓഫിലോ ഈ വീട്ടിലോ എവിടെയും അവൾ താമസിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അവൾ ഇനി ഇവിടെ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ആകെ ഗോവിന്ദാകെ കുഴഞ്ഞു മറിഞ്ഞല്ലോ. എന്നിട്ട് പിന്നെ കാണിക്കുന്നത് അവിടെ കഴിഞ്ഞു. പിന്നെ കാണിക്കുന്നത് ഇപ്പോഴത്തെ രഞ്ജുവും വിജയലക്ഷ്മിയും കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുറത്ത് നിന്ന് നമ്മുടെ ധ്യാനും ഗീതും കൂടെ നോക്കി കാണുന്നുണ്ട്. അപ്പോൾ സത്യങ്ങളൊക്കെ ഇവൾ അറിഞ്ഞിരുന്നെങ്കിൽ ഈ കൊഞ്ചലും ഇതൊക്കെ വാത്സല്യമൊക്കെ ഇപ്പോൾ കുറയും. അപ്പോൾ നമ്മുടെ ഗീതു പറയും, ഒരിക്കലും അറിയാൻ പാടില്ല, അതൊന്നും രഞ്ജു ഒരിക്കലും അറിയേണ്ട, അമ്മയോടുള്ള വാത്സല്യം, അമ്മയുടെ വാത്സല്യം അവൾ എന്താ പറയുക മതിവരോളം ആസ്വദിക്കട്ടെ, ഒന്നും പറയേണ്ടെന്ന് പറയും. എന്നിട്ട് ആ സമയം നോക്കിയിട്ട് നമ്മുടെ ആമാടപ്പെട്ടിയുടെ പിക്ചർ ധ്യാനിന് കാണിച്ചു കൊടുത്തിട്ട് ഗീതു ചോദിക്കും, ഇതെവിടെയും കണ്ടിട്ടുണ്ടോ, പരിചയമുണ്ടോ എന്ന്. അപ്പോൾ എനിക്ക് ധ്യാനം പറയും, ഞാൻ കടക്കണിയിലായ സമയത്ത് എനിക്ക് സ്വർണം വയ്ക്കാൻ തന്നത് ഇതുപോലൊരു പെട്ടിയിലാണ് രഞ്ജു തന്നേന്ന് ഇങ്ങനെ പറയും. അപ്പോൾ എനിക്ക് ഗീതു ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും, അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ശരി തന്നെയെന്ന് ഇങ്ങനെ വിചാരിക്കും. എന്നിട്ട് എനിക്ക് വന്നപ്പോഴേ തോന്നിയിരുന്നു എന്തൊക്കെയോ ഒരു ദുരൂഹത ഇവിടെ കാണുന്നുണ്ടെന്ന് ധ്യാനം പറയും. അപ്പോൾ നമ്മുടെ ഗീതു പറയും, എല്ലാ ദുരൂഹതകളും ഇന്ന് തീർത്ത് തരാമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഗീതുവും ധ്യാനം കൂടെ അകത്തേക്ക് പോകും. എന്നിട്ട് ഗീതു പറയും, ഞാൻ എന്നെ എന്നാൽ പിന്നെ കണ്ണൻ്റെ അടുത്തേക്ക് പോവാണ്, എൻ്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ രഞ്ജു പറയും, ഞാനും കൂടെ വരുന്നു, ഗോവിന്ദേട്ടൻ എന്നെ അന്വേഷിക്കുന്നുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും വരുന്നെന്ന് പറയും. അപ്പോൾ ഗീതു ഇങ്ങനെ കണ്ണുകൊണ്ട് കൈകൊണ്ടും ധ്യാനിനെ കാണിക്കും, അതായത് വരണ്ടെന്നുള്ള ഇവളെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ധ്യാനം പറയും, രഞ്ജു എങ്ങോട്ടേക്ക് പോകണത്? അപ്പോൾ പറയും, അറക്കിലേക്ക് എന്ന് പറയും, ഗോവിന്ദേട്ടൻ്റെ അടുത്തേക്ക് എന്ന് പറയും. എന്നിട്ട് ധ്യാനം പറയും, നിന്നോടൊപ്പം കുറച്ച് സമയം ചിലവഴിക്കാനാണ് ഞാൻ വന്നത്, എന്നിട്ട് നീ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവുക? അവിടെ ഒരു പരിചയമില്ലാത്ത സ്ഥലമല്ലേ, ഞാൻ എങ്ങനെയാണ് ഒരു പരിചയമില്ലാത്ത സ്ഥലത്തേക്ക് കയറി വരേണ്ടത്? അത് അവർക്ക് ഡിസ്റ്റർബൻസ് ആവില്ലേ? നിന്നോട് എങ്ങനെയാണെന്നൊരു അവിടെ ഒരു എന്താ പറയുക, ഒരു പ്രൈവസി ഉണ്ടാവില്ല, നിന്നോട് സ്വാതന്ത്ര്യത്തോടെ എങ്ങനെയാണ് ഞാൻ പെരുമാറുക എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ, ഇനി ഞാൻ പോകുന്നത് വരെ ഞാനും നീയും ഇവിടെ തന്നെ നിൽക്കും എന്ന് പറഞ്ഞിട്ട് പറയും. എന്നിട്ട് നമ്മുടെ രഞ്ജു ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും, അത് അന്യൻ്റെ വീടല്ല, സ്വന്തം വീടാണെന്ന് എങ്ങനെയാണ് ഗീതുവിൻ്റെ മുന്നിൽ വെച്ചിട്ട് പറയാമെന്ന് പറയും. അപ്പോഴത്തേക്കും അതോടെ കഴിഞ്ഞ് ഗീതു പറയും, എനിക്ക് അമ്മയോട് കുറച്ച് സംസാരിക്കാറുണ്ട്, അമ്മയെ വാന്ന് പറയും. എന്നിട്ട് അവർ രണ്ടാളും കൂടെ പുറത്ത് പോകാൻ നോക്കുമ്പോൾ ഗീതുവിന് ഫോൺ വരും, ഗോവിന്ദിൻ്റെ ഫോൺ വരും. ആ സമയം നോക്കിയിട്ട് രഞ്ജു അമ്മയെ ഇങ്ങോട്ട് അമ്മയോട് കുറച്ച് സംസാരിക്കണം പറഞ്ഞിട്ട് രഞ്ജു അമ്മേനെയും കൂട്ടിയിട്ട് പുറത്തേക്ക് പോകും. എന്നിട്ട് ഗീതു ഫോൺ എടുക്കും, രഞ്ജു എവിടെ എത്തിയും ചോദിക്കാനായിരിക്കും ഗോവിന്ദേട്ടൻ വിളിക്കുന്നുണ്ടാവുക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് ഫോൺ എടുക്കും. പക്ഷേ വേറെ കാര്യമാണല്ലോ അവിടെ ഉള്ളത്. ഗോവിന്ദ് പറയും, നീ ഇപ്പം രഞ്ജുവിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പാടില്ല, അമ്മയും പ്രിയയും കൂടെ ഉടക്കി ഇവിടെ നിർത്താൻ പറ്റില്ല എന്നാണ് പറയുന്നത്, വേറെ എവിടെയെങ്കിലും സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് നീ എത്തിക്കണം എന്നൊക്കെ പറയും. അപ്പോൾ ഗീതുവിന് ആദ്യം സന്തോഷമാവും, പക്ഷേ അവളിങ്ങനെ അങ്ങനെ കുറച്ച് അഭിനയിക്കും, അയ്യോ അതെങ്ങനെ, എന്താ പ്രശ്നമുണ്ടായി, പ്രിയ എന്തിനാ ഇതിൽ ഇടപെടുന്നത്, ഞാനും അവൾ അറക്കിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, അവൾ ഭയങ്കര സന്തോഷത്തിലാണ്, രഞ്ജു സ്വീറ്റ്സൊക്കെ വാങ്ങുന്നുണ്ടെന്നൊക്കെ പറയും. അപ്പോൾ എനിക്ക് ഗോവിന്ദ് പറയും, നീ അതൊന്നും പറയല്ല, ഇപ്പോൾ എങ്ങനെയെങ്കിലും അവളിവിടെ കാലുകുത്തിയ പ്രശ്നമാവും, എങ്ങനെയെങ്കിലും വേറൊരു സ്ഥലത്തേക്ക് താമസം മാറ്റി എന്നൊക്കെ ഇങ്ങനെ ഗോവിന്ദ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്നിട്ട് ഗീതു ഇങ്ങനെ ആദ്യം കുറച്ച് കളിച്ചിട്ട് ഗീതു പറയും, കണ്ടേട്ട ഒന്നും ടെൻഷൻ അടിക്കണ്ട, അവൾ സേഫായിട്ടുള്ള സ്ഥലത്ത് ഞാൻ താമസിപ്പിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഗീതു അങ്ങനെ ഫോൺ കട്ട് ചെയ്യും. അപ്പോഴത്തേക്കും ഗോവിന്ദും ഇങ്ങനെ സമാധാനമായി എന്ന് പറയും. ആ ഒരു ഫോൺ കോളിൻ്റെ സമയത്ത് ഇപ്പുറത്ത് രഞ്ജു സംസാരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരിക്കലും അമ്മ ഞാൻ ഗോവിന്ദേട്ടൻ്റെ പെങ്ങളാണെന്നുള്ള കാര്യം ഒരിക്കലും ഗീതുവിനോട് പറയാൻ പാടില്ല എന്ന് പറയും. അപ്പോൾ നമ്മുടെ വിജയലക്ഷ്മി പറയും, ഇനിയും എങ്ങനെയാണ് നീട്ടിക്കൊണ്ട് പോകാമെന്ന് ചോദിക്കും. അപ്പോൾ രഞ്ജു പറയും, നീട്ടിക്കൊണ്ട് പോകണം,
അറക്കൽ കുടുംബത്തെ അത്രമേൽ അപമാനിച്ച എൻ്റെ അച്ഛൻ്റെ കൂടെ ഇറങ്ങി വന്നവരാണ് നിങ്ങൾ. നിങ്ങളെ തൻ്റെ അമ്മയായി അക്സെപ്റ്റ് ചെയ്യാൻ ഒരിക്കലും ഗോവിന്ദേട്ടന് പറ്റില്ല. എന്താ പറയുക, അഭിമാനത്തിന് ക്ഷതയേറ്റപ്പോൾ ആത്മഹത്യ ചെയ്ത ഒരാളുടെ മകനാണ് ഗോവിന്ദേട്ടൻ. അങ്ങനെയുള്ള ഒരാളെ അഭിമാനക്ഷത ഏറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ അച്ഛൻ്റെ പാത തന്നെ പിന്തുടർന്ന് കഴിഞ്ഞാൽ അമ്മയാണ് അതിനുള്ള കുറ്റവാളി. ഇങ്ങനെ ബോധ്യപ്പെടുത്തണം. അതിനുള്ള പൂർണ്ണ ഉത്തരവാദിത്തം അമ്മയ്ക്കായിരിക്കും. അതുകൊണ്ട് വേണ്ട എന്ന് പറയാം. അപ്പോൾ നമ്മുടെ വിജയലക്ഷ്മി അമ്മ ഇങ്ങനെ ചോദിക്കും, എന്താ അവൻ നിന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മുടെ രഞ്ജു പറയും, പറഞ്ഞിട്ടുണ്ട്, ഏട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും. അപ്പോൾ നമ്മുടെ വിജയലക്ഷ്മി ആകെ ഞെട്ടിക്കോരിത്തിരിക്കും. അപ്പോഴേക്കും ഇത് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഗീതു അവിടെ വരും. എന്നിട്ട് അമ്മയെ സംസാരിക്കാനുണ്ടെന്ന് പറയും. അപ്പോൾ നമ്മുടെ വിജയലക്ഷ്മി നേരെ പ്ലേറ്റ് മാറ്റും. ഗീതുവോട് ദേഷ്യത്തിൽ സംസാരിക്കും. നീ നിൻ്റെ ഭർത്താവിൻ്റെ അടുത്തേക്ക് ഇപ്പോൾ പോ, എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ല, എനിക്ക് രഞ്ജുവിനോട് കുറേ വിശേഷങ്ങൾ സംസാരിക്കാനുണ്ട്, നിന്നോട് എനിക്കൊന്നും പറയാനില്ല, എൻ്റെ മോളെ തിരിച്ചു കിട്ടാൻ വേണ്ടി നീ ഒരു കാരണമായിരുന്നു, അത്രമാത്രം. ഇനി ഇതിൻ്റെ പേരിൽ അനാവശ്യമായിട്ട് ഇവിടെ എന്നെ കാണാൻ വേണ്ടി വരരുത്, നീ ഇപ്പോൾ പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കര എന്താ പറയുക ഇതായിട്ട് പറയും. അതായത് നീ ഒന്നുമല്ല എന്നുള്ള രീതിയിൽ അവളോട് ദേഷ്യപ്പെട്ട് പറയും. അപ്പോൾ ഗീതുവിന് ഭയങ്കര സങ്കടമാവും. എന്നിട്ട് വിജയലക്ഷ്മി അങ്ങോട്ടേക്ക് പോകും. എന്നിട്ട് രഞ്ജു പറയും, നീ ഇപ്പോൾ പോയിക്കോ, അമ്മേൻ്റെ എന്താ പറയുക സമനില ഇപ്പോൾ ശരിയല്ല എന്ന് പറയും. അപ്പോൾ ഗീതു പറയും, നീ പറഞ്ഞതാ കറക്റ്റ്, നീ ചെയ്തതാ ശരി, നിൻ്റെ സ്റ്റാൻഡേർഡായിരുന്നു, നിൻ്റെ നിലപാടായിരുന്നു ശരിയെന്നിങ്ങനെ പറയാണ്. ഇങ്ങനെ ചതിക്കുന്നൊരു സ്ത്രീയെ, അതുകൊണ്ടാണ് ഈ സ്ത്രീയെ അത്രമേൽ കണ്ണേട്ടം വെറുക്കുന്നത് എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ഇനി ഞാൻ നിന്നെ കാണാൻ മാത്രമേ ഇവിടെ വരുള്ളൂ, ആ സ്ത്രീയായിട്ട് എനിക്കൊരു ബന്ധമില്ല, ഇന്നു മുതൽ എല്ലാ ബന്ധങ്ങളും കട്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഒരു വാശിയോടെ ഇങ്ങനെ കുറ്റപ്പെടുത്തിയിട്ട് പോകും. അപ്പോൾ ഉള്ളിലാണെങ്കിൽ ഗീതു അങ്ങോട്ട് ഇറങ്ങി പോകും. രണ്ടാൾക്കും ഭയങ്കര വിഷമമുണ്ടാകും. ഗീതു ഇതൊക്കെ അമ്മ പറഞ്ഞൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നടക്കുന്നുണ്ടാവും. ഇപ്പുറത്ത് വിജയലക്ഷ്മി അങ്ങനെ തന്നെ ആലോചിച്ചിട്ട് കരഞ്ഞുകൊണ്ട് ദൈവത്തോട് ഇങ്ങനെ പറയും. അപ്പോഴത്തേക്ക് രഞ്ജു വന്നിട്ട് പറയും, അമ്മ കരയാൻ പാടില്ല, ഇതിനുള്ള പരിഹാരം, ഇപ്പോൾ ഇവിടെ നടന്ന സംഭവത്തിനുള്ള പരിഹാരം മൊത്തം ഫുൾ പരിഹാരം ഞാൻ ഉണ്ടാക്കും എന്നിട്ട് രഞ്ജു ഇങ്ങനെ ആശ്വസിപ്പിക്കും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്.